നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നഷ്ടപ്പെട്ട ദൈവചൈതന്യം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. പ്രശ്നവിധിയിൽ തെളിഞ്ഞ പരിഹാരം നാം പറയാം. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എടാ, ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? എനിക്കല്പം മനസമാധാനം കിട്ടുന്ന സ്ഥലത്തായിരുന്നു. എടാ വരുൺ, നമ്മൾ ഇത്രയും പേര് ഇത്രയും നേരം വിഷമിച്ചതിന് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ആരെങ്കിലും ഒരാളെ മാനിച്ചോ? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പും പോയിരുന്നിട്ടില്ലേ? കടൽ കരയിലും കായൽ കരയിലും. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചെറിയച്ഛനും ഗൗതമനും ഒക്കെ ഇവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കലായിരുന്നല്ലോ പണി. ഏട്ടൻ ഇതിങ്ങനെ വിട്ടുകൊടുക്കാനാണോ? അല്ല, ഈ രീതിയില് നമ്മുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. വരുണിന്റെ കാര്യത്തില് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുക. അല്പം കടുത്ത തീരുമാനങ്ങൾ. അത് ഈ കാര്യത്തിൽ ആരോടും അഭിപ്രായം ചോദിക്കുന്നില്ല. പുര കത്തുമ്പോഴും വാഴ വെട്ടാൻ കാത്തു നിൽക്കുന്നവരാ ഇവര്. മോളിങ് പോരെ. അമ്മയുടെ നാവിന്റെ ചൊറിച്ചില് എന്നിട്ടും തീർന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ചെറിയമ്മേ? അച്ഛൻ കർക്കശമായൊരു തീരുമാനം എടുത്താ മുത്തശ്ശിയുടെ വാത്സല്യൊന്നും അതിനു മേലെ ചെലവാകില്ല. എന്തായിരിക്കും ഏട്ടന്റെ തീരുമാനം? വരുണിനെ പുറത്താക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ അവന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും തടഞ്ഞേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അച്ഛന്റെ മകന്റെ മനസ്സിനിടയ്ക്ക് ഒരു വിള്ളല് വീണ് കഴിഞ്ഞു. ഇനി അതൊന്ന് വലുതാകണം. അത്ര ജോലിയെ നമുക്ക് ബാക്കിയുള്ളൂ. ശ്രീ, എനിക്ക് പാട്ട് പാടാൻ കഴിയും തോന്നുന്നില്ല. മാം, അതിരാവിലെ റെക്കോർഡിംഗ് വെക്കാൻ തീരുമാനിച്ചത് മാഡത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാ. മാഡം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെയോ മതി. പറ്റാഞ്ഞിട്ടാടോ. ശ്രീ തൽക്കാലം മറ്റാരെങ്കിലും കൊണ്ടൊന്ന് പാടിപ്പിക്ക. സോറി മാം, ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഒന്നും ചോദിക്കാതെ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്യാമ മാഡത്തിനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് ഡയറക്ടറുടെ പ്രത്യേക നിർബന്ധം ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്ക. അഡ്വാൻസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ശ്രീക്ക് എന്നെ അടുത്തറിയാവുന്നല്ലേ. ഇത് ഞാൻ പാടിയ ശരിയാവില്ല. അതിനപ്പുറത്ത് എന്ത് ചെയ്താലും അതെനിക്കും ശ്രീക്കും ഒരുപോലെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ മാം, മാം ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ തിരിച്ച് എന്ത് പറയാനാ? ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഒന്ന് സംസാരിക്കാം. എന്നിട്ട് മാമിനെ അറിയിച്ചോളാം. താങ്ക് യു. മാലിനി, നമുക്ക് പോവാം. സാർ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇന്നോ നാളെ റെക്കോർഡിംഗ് നടന്നില്ലെങ്കിൽ മൊത്തം പ്ലാൻ അവതാളത്തിലാവും. നമുക്ക് നോക്കാം. പരിഹാരക്രിയകൾ ആരംഭിച്ചു.
അധികം വൈകാതെ രാധികയ്ക്കുള്ള ശിക്ഷ പത്മനാഭൻ തിരുമേനി പ്രഖ്യാപിക്കും. പത്മനാഭൻ തിരുമേനി പറയുന്ന പ്രശ്നവിധി അനുസരിക്കാൻ അവൾ തയ്യാറല്ലെങ്കിൽ അവൾക്ക് എന്നേക്കുമായി ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നാട്ടുകാര് ആട്ടി ഓടിച്ച് പടിയിറക്കുന്നവളുടെ മുന്നിൽ ദൈവദൂതനെ പോലെ ഞാൻ അങ്ങോട്ട് വരും. രക്ഷിക്കാനേ ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെയല്ലേടാ അവളോടൊക്കെ പ്രതികാരം ചെയ്യേണ്ടത്. ആ, സിനിമാക്കാരനായതുകൊണ്ട് അതൊക്കെ സിനിമ സ്റ്റൈലിൽ തന്നെ നടക്കട്ടെ. ആ, വരേണ്ട സമയത്തെ ഒരു മിസ് കോൾ അടി, ഞാനേ അവിടെ എത്തിയിരിക്കും. ഓക്കെ ഓക്കെ. നഷ്ടപ്പെട്ട ദേവചൈതന്യം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. പ്രശ്നവിധിയിൽ തെളിഞ്ഞ പരിഹാരം നാം പറയാം. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. തിരുമേനി പറഞ്ഞോളൂ, പരിഹാരം എന്തായാലും അത് നടത്തിയേ പറ്റൂ. അതിനാരുടെ മുഖം നോക്കേണ്ട കാര്യമില്ല. എങ്കിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകളോട് ഹോമകുണ്ടത്തിനരികിലേക്ക് വരാൻ പറയുക. കൃഷ്ണ ഭഗവാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തി തന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. ആയിരക്കണക്കിന് ഭക്തർ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന നടയിൽ അങ്ങനെ ഒരു കള്ളം അനുവദിക്കാൻ പറ്റില്ല. ഭഗവാന്റെ സന്നിധിയിൽ മാപ്പിരക്കുക, എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന താലി ഇവിടെ ഈ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുക. അതാണ് പരിഹാരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.